വചനമൊഴി ജൂൺ 18. വചനഭാഗം 1 കോറിന്തോസ് 6:12-20, യോഹന്നാന്റെ സുവിശേഷം 6:37-44. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്തു വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ യൗസേപ്പിന്റെ മകനായ ഈശോയല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചവനല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോ നൽകുന്ന വലിയൊരു ഉറപ്പാണ്. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി ഈശോയെ സമീപിക്കുക. അവിടുന്ന് ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല എന്ന തിരുവചനം. കാരണം ഈശോയെ അയച്ച പിതാവിന്റെ ഇഷ്ടം എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് നമുക്കുള്ള മാർഗമാണ് ഈശോ മിശിഹ. ഈശോ മിശിഹായാണ് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായുള്ള ഏക കവാടം. ഈശോ മിശിഹായാണ് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായുള്ള ഏക മാർഗം. ഈശോ മിശിഹായിലൂടെ എല്ലാവർക്കും രക്ഷയുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് മിശിഹായിലൂടെയാണ്. മിശിഹായിൽ എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന സുവിശേഷമാണ് മിശിഹായുടെ അനുയായികളായ നമുക്ക് ലോകത്തോട് പ്രഘോഷിക്കാനുള്ളതും. മിശിഹായിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പോൾ മിശിഹ ചെയ്ത പ്രവർത്തികൾ ചെയ്യുന്നവര്, നന്മയുടെ പ്രവർത്തികൾ, ദരിദ്രർക്ക് സുവിശേഷമാകുന്ന പ്രവർത്തികൾ, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന പ്രവർത്തികൾ, ആവശ്യക്കാരനുമായി പങ്കുവെക്കുന്ന പ്രവർത്തികൾ, സമൂഹത്തിൽ ബലഹീനരും അശരണരുമായിരിക്കുന്നവർക്ക് ബലവും ശരണവുമായി മാറുന്ന പ്രവർത്തികൾ. ഇപ്രകാരമുള്ള പ്രവർത്തികളിലൂടെ മിശിഹായെ അനുകരിക്കുകയാണ് മിശിഹായിൽ വിശ്വസിക്കുന്നവന്റെ അടയാളം. അപ്രകാരം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്രകാരം മിശിഹായെ അനുകരിക്കുന്നവൻ ദൈവപിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കും എന്നാണ് ഇന്ന് തിരുവചനം പറയുന്നത്. മിശിഹായുടെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുവനെയും അവിടുന്ന് തള്ളിക്കളയുകയില്ല. നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ലാത്ത മിശിഹായോട് ചേർന്ന് നടക്കുവാൻ, അവിടുത്തെ വചനം ശ്രവിക്കുവാനും വചനമനുസരിച്ച് പ്രവർത്തിക്കുവാനും അപ്രകാരം അവിടുത്തെ അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുവാൻ നമുക്കും പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.